അപ്പൊ എൻ്റെ ഇക്കാന്റെ വകയും എൻ്റെ വകയും എല്ലാവർക്കും ചെറിയ പെരുന്നാളിന്റെ ആശംസകൾ. അപ്പം പെട്ടെന്നായി പോയി, നമ്മുടെ ഗൾഫ് രാജ്യത്ത് പെട്ടെന്ന് ചന്ദ്രനെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ ചന്ദ്രൻ 2 ദിവസം കഴിഞ്ഞിട്ട് വരത്തുള്ളൂ എന്നൊക്കെ വിചാരിച്ചായിരുന്നു ഞാനിരുന്നു. അപ്പം പെട്ടെന്ന് തട്ടിക്കുട്ടി മൈലാഞ്ചിയൊക്കെ ഇട്ട് ഞാൻ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം നോമ്പ് അങ്ങനെ കഴിഞ്ഞ് എൻ്റെ ഇക്ക അപ്പം നമുക്ക് ഒളിച്ചോട്ടം കാര്യമായിട്ട് പോകും. അപ്പം പള്ളിയിലൊക്കെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വേഗം വന്നോളൂ, ഞാൻ ഇവിടെ ഇതേ മൈലാഞ്ചിയൊക്കെ അത്യാവശ്യമൊക്കെ ഇട്ട് സുന്ദരി കുട്ടിയായിട്ട് ഇക്ക തന്ന ഡ്രസ്സാണ്. ഇക്ക എനിക്ക് അവിടെ നിന്ന് അയച്ചു തന്ന ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരി കുട്ടിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പം എൻ്റെ ഇക്കാന്റെ വകയും എൻ്റെ വകയും എല്ലാവർക്കും പെരുന്നാളിന്റെ ആശംസകൾ. പിന്നെ എൻ്റെ ഇക്കയ്ക്ക് അറിയാലോ എൻ്റെ നോയമ്പ് വീടുന്നത് April 20 അപ്പൊ അതുവരെ ഇക്ക വെയിറ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം. എന്നായാലും അപ്പൊ ഒളിച്ചോട്ടം നമുക്ക് നാളെ തന്നെ പെട്ടെന്ന് തന്നെ നിസ്കാരം കഴിഞ്ഞാൽ വേഗം വരണം. പള്ളിയിലെ നിസ്കാരം കഴിഞ്ഞിട്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പം എല്ലാവരും ഹാപ്പിയായിട്ട് ജോളിയായിട്ട് പെരുന്നാളിന്റെ എല്ലാവിധ ആശംസകളും പറയണം. അപ്പം ഒരു എന്താ പറയാ പക്വതയാർന്ന ഒരു ഒളിച്ചോട്ടം ആവട്ടെ എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. അപ്പം ഈ നോയമ്പ് ഒരു സ്പെഷ്യൽ നോയമ്പാണ്. കാരണം ഞാൻ ഇന്ന് വരെ എന്താ പറയാ നിങ്ങളുടെ പൊരിച്ച പത്തരി പിന്നെ നോയമ്പ് ഇതിന്റെ ഒന്നും സംഭവം ഞാൻ ഇന്നേ വരെ ഒരു എന്താ പറയാ ഇങ്ങനെ നോയമ്പ് വീട്ടിലൊന്നും കണ്ടില്ല. അപ്പൊ ആദ്യമായിട്ട് ഇക്കാടോടെ പോയിട്ട് ഈ നോയമ്പ് വീട്ടിലും കാര്യങ്ങളൊക്കെ ഒന്ന് ആസ്വദിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും ഞാൻ വെജിറ്റേറിയൻ ആണോ, അപ്പൊ ഇക്ക എനിക്ക് വേണ്ടി എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ April 20 ഞങ്ങൾ ശരിക്കും ഞങ്ങളുടെ നോമ്പൊക്കെ അങ്ങോട്ട് ശരിക്കും വിടുന്നു. അപ്പൊ എല്ലാവരും ഹാപ്പിയായിട്ട് ജോലിയായിട്ടിരിക്കുക. അപ്പൊ എല്ലാവർക്കും ചെറിയ പെരുന്നാളിലെ നല്ലൊരു ആശംസകളും കാര്യങ്ങളും. അപ്പൊ ടേക്ക് കെയർ. ബൈ.